അപ്പോൾ ആദ്യം ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ്. അത്രയും ഡെപ്തിൽ പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് തരാൻ പറ്റുന്നത്. വെറുതെ ഒരു വീട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു മണിക്കൂറുകൊണ്ട് 2 മണിക്കൂറുകൊണ്ട് ഒരു വീട് വെച്ചാൽ കഴിഞ്ഞിടാം. പക്ഷെ അത് നിങ്ങളുടെ വീടായിരിക്കത്തില്ല. നിങ്ങളുടെ വീടാവണമെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി, അതായത് കലാകാരൻ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്ന പോലെ ഒരു ആർക്കിടെക്റ്റ് ഒരു ഫാമിലിയെ തന്നെ ഉൾക്കൊണ്ട് ഫാമിലിയിൽ നിന്ന് വരയ്ക്കണം. അതാണ് വാസ്തുശില്പം അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ്. ഹലോ ഓൾ, നമസ്കാരം. മെറ്റ്കോൺ TMT ബിൽഡിംഗ്സ് ആൻഡ് ബിയോണ്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൊച്ചുതൊമ്മൻ അസോസിയേറ്റ്സിന്റെ ആർക്കിടെക്ട് മിസ്റ്റർ കൊച്ചുതൊമ്മൻ മാത്യു ആൻഡ് അദ്ദേഹത്തിന്റെ പാർട്ട്ണർ മിസ്റ്റർ ആനന്ദാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെയുള്ള യാത്ര അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു യാത്ര കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കയറിയപ്പോൾ എന്ത് തോന്നി? അപ്പൊ ഞാൻ എന്തായാലും ഒരു വീട് പണിയണം എന്ന ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. സോ ഈ ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ ഒരു വീടിന്റെ പ്രതീതി തോന്നി. ഫുൾ ഓൺ ഒരു എക്കോ ഫ്രണ്ട്ലി ആൻഡ് ഒരു സ്പ്ലിറ്റ്സും എല്ലാം കണ്ടപ്പോൾ ഈവൻ ഫ്ലോറിങ്ങും എല്ലാം ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നി, ഒരു യുണീക്ക് ആയിട്ട് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്, ഐ മീൻ അപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? ഇന്റീരിയേഴ്സ് ചെയ്ത് ഡിസൈൻ ചെയ്തത് ഞങ്ങൾ തന്നെ അപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒരു 2-3 കൊല്ലം മുന്നേ എൻ്റെ സിസ്റ്ററിന്റെ വീടാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അവർ ദുബായിൽ നിന്ന് കൊറോണയുടെ സമയത്ത് ആക്ച്വലി റീലൊക്കേറ്റ് ചെയ്തതാണ് ആക്ച്വലി. അപ്പം അവർക്കും എക്കോ ഫ്രണ്ട്ലി, യുണീക്ക്, ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഈ പറയുന്ന ചെറിയ വാചകളിൽ നിന്നാണ് ആക്ച്വലി. കാരണം അത് കോൺഷ്യസ് മൈൻഡിൽ നിന്നല്ല പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലോ വരുന്നത്. യുണീക്ക്, എക്കോ ഫ്രണ്ട്ലി, അപ്പാർട്ട്മെൻ്റ് ആണ് എന്നാൽ വീട് പോലെ ഇരിക്കുന്നു. അപ്പം എന്താണ് അതിൽ നിന്ന് ഒരാൾ ആ ഒരു ഇൻപുട്സ് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈനിലോട്ട് കിടക്കുന്നത് ആക്ച്വലി. അപ്പം ഡിസൈനിൽ എപ്പോഴും ഒരു ക്ലയൻ്റ് ആകുമ്പോൾ, ഏത് ക്ലയൻ്റ് ആണെങ്കിലും ആ ക്ലയൻ്റ് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ക്ലയൻറ്റിന് പല കാര്യങ്ങളും ഡെപ്തിൽ അറിയണമെന്നില്ല ആക്ച്വലി. അവർക്കിപ്പോൾ പറയാം എനിക്കൊരു 3 ബെഡ്റൂം വേണം. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഞങ്ങൾക്ക് വലിയ ബെഡ്റൂം വേണമെന്ന് പറയും. ഈ വലുത് എന്ന് മാഡം ചോദിക്കുന്നത് ആക്ച്വലി ചിലപ്പോൾ സൈസ് ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം വെളിച്ചവും വെട്ടവും കാറ്റും കയറുന്ന ഒരു മുറിയെക്കുറിച്ചായിരിക്കും അവർ പറയുന്നത് ആക്ച്വലി. അപ്പോൾ വലിയ മുറി എന്ന് പറയുന്നത്, ലാർജ് ബെഡ്റൂം എന്ന് പറയുന്നത്, ഈ ലാർജ് എന്ന് പറഞ്ഞൊരു ഭയങ്കര വലിയൊരു വേർഡാണ് ആക്ച്വലി. ആ ലാർജിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാത്രത്തോളം കാലം ഈ ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്ന ലാർജും ആർക്കിടെക്ട് ഉദ്ദേശിക്കുന്ന ലാർജും തമ്മിൽ മാച്ച് ചെയ്യാതെ വരും. ഇങ്ങനെ മാച്ച് ചെയ്യാതെ വരുമ്പോഴാണ് പലയിടത്തും ആർക്കിടെക്ട്സിന് കൂടുതൽ സമയമെടുക്കും. ക്ലയൻസിനാണെങ്കിലും ഒരു വീട് വരയ്ക്കാൻ ഇത്ര സമയം വേണോ, അല്ലെങ്കിൽ എന്തിനാണ് ഞാനൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോകുന്നത്, എന്തുകൊണ്ട് ഞാനൊരു എഞ്ചിനീയറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത് 10-11 റേറ്റിൽ കിട്ടും, എന്താണ് ആർക്കിടെക്ട് അടുത്ത് പോയി ഞാൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ട് ഒരു സൈക്കോളജിസ്റ്റിനെ പോലെയാണ്. നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ മാത്രമല്ല ആ വീട്ടിൽ ജീവിക്കുന്ന എല്ലാവരെ കുറിച്ചും ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് വരെ ആ ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ചിലരെ ക്രാക്ക് ചെയ്യാനായിട്ട് പാടാണ്, ചിലരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തുറന്നു തരത്തില്ല. അപ്പം ഓപ്പൺ ചെയ്യണം. പിന്നെ എപ്പോഴും യൂഷ്വലി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡിനൊരു ടേസ്റ്റ് ഉണ്ടാകും, വൈഫിനൊരു ടേസ്റ്റ്, ദർ വിൽ ബി സം കോംപ്രമൈസസ് നീഡ്സ് ടു ബി മെയ്ഡ്. അപ്പോൾ ചിലപ്പം ഭാര്യയെ ഓർത്തിട്ട് എന്നാൽ ശരി അവളുടെ കാര്യം നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഭർത്താവ് കോംപ്രമൈസ് ചെയ്യും. ചിലപ്പോൾ ഭർത്താവിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് വെച്ചാൽ ഭാര്യ കോംപ്രമൈസ് ചെയ്യും. ഈ കോംപ്രമൈസസ് വഴുക്കാം. കോംപ്രമൈസസ് നമുക്ക് ജെനുവിനായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രൊജക്റ്റ് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കാഷ്വലായിട്ട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, എനിക്കെന്നാലും ചേട്ടൻ എനിക്ക് ആ സ്ഥലം തന്നില്ലല്ലോ എന്നുള്ളൊരു വിചാരം വരും. അല്ലെങ്കിൽ അവൾ എന്തായാലും 4 ഡോറുള്ള കബോർഡിനകത്ത് 3 അവളെടുത്ത് എനിക്ക് ഒരെണ്ണമല്ലേ തന്നുള്ളൂ എന്നൊരു വിചാരം വരാൻ പാടില്ല. അപ്പം ആ മിക്സ് നമ്മൾ കറക്റ്റാക്കി കൊണ്ടുപോകാന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയും എല്ലാ കാര്യവും ഡോക്ടേഴ്സിനോടും അഡ്വക്കേറ്റിനോടും സത്യസന്ധമായി സംസാരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഒരു വീട് പണിയുമ്പോൾ അപ്പൊ ആർക്കിടെക്റ്റിനോട് നമ്മൾ അത്രയും സത്യസന്ധതയിൽ എല്ലാ കാര്യവും പറയത്തില്ലെന്നുള്ളതാണ്. ഇതേ പ്രധാനമാണ് നമ്മുടെ പ്രോബ്ലം. ആർക്കിടെക്റ്റിന്റെ ലോയറിന്റെ അടുത്തും സൈക്കോളജിസ്റ്റിന്റെ അടുത്തും സത്യസന്ധത പറയും, ആർക്കിടെക്റ്റിന്റെ അടുത്ത് സത്യസന്ധത പറയില്ല. അപ്പൊ ഞാൻ സാധാരണ ഈ ഭർത്താക്കന്മാരുടെ അടുത്ത് പറയുന്ന ഒരു പ്രോബ്ലമാണ്, അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും.
അവസാനം ലാസ്റ്റ് വന്നിട്ട് പറയും എനിക്ക് ബഡ്ജറ്റ് ഇത്രയത്തുള്ളൂ നിർത്തണമെന്ന് പറയും. അപ്പം ഞാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിളാണ്, പുള്ളി മിക്കവാറും ഭാര്യയും ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പറയും ഐശ്വര്യ റായ് ഇഷ്ടമാണെന്ന് ചോദിക്കും. നമ്മൾ ഐശ്വര്യ റായ് ഇഷ്ടമാണ്. നമ്മൾ സിനിമയ്ക്കകത്ത് കാണാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഐശ്വര്യ റായ് നിങ്ങളുടെ ഭാര്യ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കും. അപ്പൊ അത് ഭാര്യ ഒന്ന് നോക്കിയിട്ട് പറയും അത് വേണ്ട, ഇവിടെ തന്നെ മതി എന്ന് പറയും. അപ്പം ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് ചിലപ്പോ നമുക്ക് പ്രയോജനപ്പെടണമെന്നില്ല. നമുക്ക് എന്താണ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഫിലിമിൽ കാണുന്ന ഐശ്വര്യ റായ് ജീവിതത്തിലോട്ട് വരുമ്പോൾ അതിന് ഭയങ്കര മാറ്റമാണ്. ഇതുപോലെ തന്നെയാണ് പടത്തിലോ ഇമേജസിലോ കാണുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമ്മുടെ നിത്യോപയോഗത്തിന് ചിലപ്പോൾ നമുക്കത് സൂട്ടായിട്ട് വരണമെന്ന്. നമ്മൾ ഇപ്പൊ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ അപ്പാർട്ട്മെന്റ് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ അപ്പാർട്ട്മെന്റിന് ഇതേപോലത്തെ കണ്ടീഷൻസിൽ എക്സാക്ട്ലി ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ചെയ്യും. യു ക്യാൻ ബ്രീത്ത് ലൈഫ് ഇൻ ടു ബിൽഡിങ്സ് എന്നാണ് പറയുന്നത്. അതായത് ജീവൻ വെപ്പിക്കാൻ പറ്റും. അതിന് ആർക്കിടെക്ട് മാത്രം ശ്രമിച്ചാൽ പോരാ. ആർക്കിടെക്റ്റും ക്ലയന്റും ചെയ്യുന്ന കോൺട്രാക്ടറും ഒരു ടീം വർക്കായിട്ട് നിന്ന് ചെയ്താൽ മാത്രമേ ആ ബിൽഡിങ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ അച്ഛനെ, അമ്മ, പിള്ളേരെ, കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പോലെ വീട് നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി തീരണമെങ്കിൽ ആ ജീവൻ വരണം. ആ മണ്ണിനും കല്ലിനും ജീവൻ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഞാനിപ്പോൾ കുറേ അധികം ആർക്കിടെക്ട്സിനെ കണ്ടിരുന്നു. അപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ പലരും പല ഡിസൈനിന്റെ കാര്യമാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, ബീയിങ് എ ക്ലയന്റ്, ഇതിൽ ആര് പറയണതാണ് വിശ്വസിക്കേണ്ടത്? ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു അഡ്വൈസ്, എന്താണ് പറയാനുള്ളത്? ആ കൺഫ്യൂഷൻ ഉള്ളിടത്തോളം കാലം ഇവരാരും നിങ്ങളുടെ ആർക്കിടെക്ട് അല്ല. ആ കൺഫ്യൂഷൻ എന്നാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നില്ലേ, ഈ പലരെയും കാണുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞില്ലേ, ഇവരില് ഇയാളാണോ നല്ല അയാളാണോ നല്ലത്. ആ കൺഫ്യൂഷൻ ഏത് ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോകുമ്പോഴാണ് ആ കൺഫ്യൂഷൻ മാറുന്നത്, ആ ആർക്കിടെക്റ്റ് ആണ് നിങ്ങളുടെ ആള്. ആ കൺഫ്യൂഷൻ മാറാത്തിടത്തോളം കാലം ആ ആർക്കിടെക്ട് നിങ്ങളുടെ ആർക്കിടെക്ട് അല്ല. കൺഫ്യൂഷൻ മാറാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും ആർക്കിടെക്റ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും തുടക്കം പറഞ്ഞ ക്വസ്റ്റിനോട്ട് വരാം. ഈ കൺഫ്യൂഷൻ എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കിടെക്റ്റിന് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഗ്രഹമോ ബിൽഡിങ്ങോ എന്തും ആയിക്കോട്ടെ എന്ത് ചെയ്തു തരണമെങ്കിൽ നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിരിക്കും. ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരു രീതിയിൽ ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് ഇവിടേക്ക് ഈ അപ്പാർട്ട്മെന്റിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്പ്ലിറ്റ്സും കാര്യങ്ങളെല്ലാം വളരെയധികം ഇഷ്ടമായി. അപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ പല പല കാര്യങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ സ്പ്ലിറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ വേറൊരു വീട്ടിൽ പോകുമ്പോൾ അവരുടെ വേറൊരു ഇൻറ്റീരിയറോ അല്ലെങ്കിൽ ഫ്ലോറിങ്, അങ്ങനെ പല പല ഐഡിയാസും വെച്ചിട്ട് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ചിലരുടെ കേസ് കണ്ടിട്ടുണ്ട്, ഫൈനൽ ഡിസൈൻ വരുമ്പോൾ ഒരു അവിയൽ പരുവായിരിക്കും, ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ പല കോൺസെപ്റ്റിലായിട്ട് വരുന്ന ഒരു ക്ലയൻറ്റിനോട് എങ്ങനെയായിരിക്കും അതൊന്ന് മാനേജ് ചെയ്യുക? പല കോൺസെപ്റ്റിലോട്ട് വരുന്ന ക്ലയൻറ്റോട് നമ്മൾ ഉടനെ തന്നെ നിങ്ങൾ മാഗസിൻ കണ്ടു, നിങ്ങൾ അത് കണ്ടു, ഇത് കണ്ടോണ്ട് ഇതൊന്നും ശരിയാകത്തൊന്നുമില്ല, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പൊ തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ക്ലയന്റും നമ്മളും ഒരു ഞാനീ പറഞ്ഞ കലാകാരനും കഥാപാത്രവും ഒന്നാകുന്ന പോലെ ഈ ക്ലയന്റ് എന്ന കുടുംബവും നമ്മളും തമ്മിൽ ഒന്നാകണമെങ്കിൽ നമ്മളൊരാളടുത്ത് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നാകാൻ പറ്റില്ല. സോ ഫസ്റ്റ് നമ്മൾ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ആക്ച്വലി ആർക്കിടെക്ചറിനെ പോലും സംസാരിക്കില്ല. അതാണ് ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിരുന്ന് നിങ്ങളുടെ ഇഷ്ടം എന്താ, നിങ്ങൾ ചിലപ്പോൾ പുസ്തകം വായിക്കും, ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡ് ഇതൊന്നും അല്ലായിരിക്കും, വേറൊരു സാധനത്തിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഒരു 2 സെഷൻ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറിനെ കുറിച്ചേ സംസാരിക്കില്ല. ആർക്കിടെക്ചർ അല്ലാതെ ആനന്ദിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജെനുവിൻലി ഇപ്പൊ ഈ സ്പ്ലിറ്റ് ലെവൽ ഇപ്പൊ വന്നപ്പോ ഇഷ്ടപ്പെട്ടു, അത് സബ് കോൺഷ്യസ്ലി അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഒരു മൊമെന്ററി ഇവിടെ വന്ന് ഇത് കണ്ടപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിന് സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഇഷ്ടമാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, അതായത് ഐശ്വര്യ റായെ കെട്ടണോ വേണ്ടോ അത് സബ് കോൺഷ്യസ്ലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു. സാറ് പറഞ്ഞ പോലെ നമ്മള് എന്താ പറയാ, നമ്മള് ഡിസൈനിലോട്ട് കയറാതെ ആദ്യത്തെ ഒരു 1.5 മാസം ചിലപ്പോൾ നമ്മള് സബ് കോൺഷ്യസ്ലി നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു പ്രോസസ് അല്ല. അപ്പൊ അത് അവിടെ തന്നെയാണ് അടുത്ത പ്രോബ്ലം. ഞങ്ങളപ്പോ ഫീസ് പറയുമ്പോൾ ആൾക്കാർ പറയും, ഓ ഇത് ചില്ലറ ഫീസിന് വേണ്ടി അവിടെ ആൾക്കാർ ചെയ്യുമല്ലോ, പിന്നെ നിങ്ങൾ തന്നെ എത്ര ചാർജ്? ഈ ചാർജ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ടൈം ആൻഡ് എനർജി ആൻഡ് എഫേർട്ട്
നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് ഈവൻ ഞങ്ങൾക്ക് പേഷ്യൻസ് ഓൾസോ അല്ലേ? പേഷ്യൻസ് ടു പിന്നെ ഭയങ്കരമായിട്ട് പേഷ്യൻസ് വേണം ആക്ച്വലി. ഈ പറഞ്ഞ പോലെ ഡോക്ടറിന്റെ അടുത്തും വക്കീലിന്റെ അടുത്തും ഇവർ സത്യം പറയും, ഞങ്ങൾ സത്യം പറയിപ്പിക്കണം. അപ്പൊ ഒരു പകുതി പോലീസുകാരന്റെ പണിയും പകുതി ഡോക്ടറുടെ പണിയും കൂടി ചെയ്താൽ മാത്രമേ ഈ സാധനം പുറത്തിറങ്ങത്തുള്ളൂ. ആ സാധനം ഇറങ്ങാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അറിയില്ല അത് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞു എല്ലാം കിട്ടിയല്ലോ, ഇനി എന്താന്ന് പറയും. വി സ്റ്റിൽ കീപ്പ് ഓൺ ഡൂയിങ് ബിക്കോസ് ഇത് 100% നമുക്ക് അവരുടെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ പകുതിക്ക് വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം. ഇനി എല്ലാം കഴിഞ്ഞ് അപ്രൂവ് ചെയ്ത് ഒരു വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയും അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല. അപ്പം അവിടെ വരുന്ന ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേക്ക് നമ്മൾ ടൈം മാത്രമല്ല കോസ്റ്റും നമുക്ക് ചിലവാണ്. നമുക്കൊരു വർക്ക് 3 ദിവസം ഡിലേ ആയാൽ അതിലുണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പലരും പറയുന്ന ബഡ്ജറ്റിൽ ആർക്കിടെക്ട് വരുന്ന ബഡ്ജറ്റിൽ വീട് തീരുന്നില്ല. പലപ്പോഴും കേൾക്കുന്ന സാധനമാണ് ആർക്കിടെക്ട് വരുന്ന ബഡ്ജറ്റിൽ തീരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിന്ന് ക്രോസ് ചെയ്യും. ഇത് ക്രോസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇവർക്ക് വേണ്ട എന്താന്നുള്ളത് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് അവിടെ. ആ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയാലും 100% പെർഫെക്റ്റ് ആവുമെന്ന് പറയുന്നില്ല, ബട്ട് മാക്സിമം എത്തിക്കാൻ പറ്റുന്നത്ര എത്തിച്ചാൽ മാത്രമേ നമുക്ക് പറയുന്ന ബഡ്ജറ്റിൽ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന സാധനം തരാൻ പറ്റുള്ളൂ. സാർ ഇപ്പോൾ പറഞ്ഞ തന്നെ, അതായത് ഇപ്പോൾ ഒരു ടൈം പീരീഡ് പറയും, ഇപ്പം ഈ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു വീടിന് ഇത്രയും മാസം എടുക്കും, പക്ഷെ അത് കഴിഞ്ഞ് കുറേയധികം ഡിലേ വരുന്ന സമയത്ത് ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. സോ അതിന് ഒന്ന് എന്തുകൊണ്ടാണ് ഡിലേ വരുന്നത് എന്നുള്ളതാണ് പ്രോബ്ലം. അത് 2 കാര്യങ്ങളും ഉണ്ട് ആക്ച്വലി. ഒന്ന്, ഈ റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്യാതെ ഇവർ തമ്മിലുള്ള മിസ്മാച്ചിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൈഡിൽ കൂടെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പണിയരുതോ അങ്ങനെ പണിയരുതോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്കത് ശരിയാണെന്ന് തോന്നും. അപ്പൊ ശരിയാണെന്ന് തോന്നുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാറ് ഞങ്ങളുടെ ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. അതായത് ഞങ്ങളുടെ ഒപ്പമാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്, അല്ലാണ്ട് ഞങ്ങളിൽ നിന്ന് മാറിയല്ല നമ്മൾ ഡിസൈൻ, നമ്മൾ ഒപ്പമാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒപ്പം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈവൻ മെറ്റീരിയൽ സെലക്ഷൻ വരെ നമ്മൾ ആദ്യമേ തിരിക്കും. ഇപ്പോൾ ഏതാണ് സ്റ്റീല് വേണ്ടത്, മെട്രോളിൻ്റെ ആണോ സ്റ്റീൽ വേണ്ടത്, അതായത് ഏത് കമ്പനിയുടെ ആണോ സ്റ്റീൽ വേണ്ടതെന്ന് തൊട്ട് നമ്മൾ ഓരോന്ന് നമ്മൾ ഡിസൈൻ, ഏതാണ് സിമെന്റ്, എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നാളെ നിങ്ങളുടെ നെയ്ബർ വന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഈ സ്റ്റീലിൻ്റെ പകരം മറ്റേ സ്റ്റീൽ ഉപയോഗിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കൂടി ഞങ്ങൾ ആദ്യമേ തന്നിരിക്കണം. അതാണ് ആർക്കിടെക്റ്റിന്റെ അത്രയും കൂടി ജോലി ഉണ്ട് ആക്ച്വലി. ഈവൻ സൊസൈറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കും. വളരെ സോഷ്യോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ആർക്കിടെക്ചറിൽ പഠിക്കേണ്ട സാധനമാണ്. ക്ലയന്റ്സിന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അതായത് ആ കൺഫ്യൂഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റ് ചെയ്യുക നമ്മൾ അവരെ. എന്തുകൊണ്ടാണ് ഈ മുറി നമ്മളിവിടെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മുറിക്ക് ഇത്ര വലിപ്പം കൊടുത്തിരിക്കുന്നത്, എന്തുകൊണ്ട് ഇത് ചെറുതായി അല്ലെങ്കിൽ ഇത് വലുതായി എന്നുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ക്ലയന്റിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാളെ ചിലപ്പോൾ അവരുടെ ആരെങ്കിലും ബന്ധു വന്നിട്ടായിരിക്കും പറയുന്നത് ഈ ബെഡ്റൂം ഇവിടെ വെക്കുന്നതിന് നല്ലത് ആ മുന്നിൽ ഇരിക്കുന്നതായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ക്ലയന്റ് ഓട്ടോമാറ്റിക്കലി ഇൻഫോംഡ് ആണ്. ഇത് ഇന്ന കാരണം പ്രോബ്ലി അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സൺപാത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യൂവിന്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മൾ അവിടെ അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വയർമെന്റ്സിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ എന്തോ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ബെഡ്റൂമിനെ അല്ലെങ്കിൽ ആ ഒരു കിച്ചണിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ജനറലി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ആർക്കിടെക്ചറിന്റെ സൈഡിൽ നിന്ന് നമ്മളൊരു ഡിസൈൻ കൊടുത്തു ഇത് ഇങ്ങനെയാണ്, പക്ഷെ ഇത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലയന്റ് ഇൻഫോംഡ് ആണ്. അപ്പൊ നാളെ ആരെങ്കിലും വന്നിട്ട് പറയാം ഈ ബെഡ്റൂം അവിടെ പോകുന്നതാണല്ലോ നല്ലതെന്ന് പറഞ്ഞാൽ ക്ലയന്റ് തന്നെ നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലയന്റ് തന്നെ ആൻസർ ചെയ്തോളും. ഓക്കെ ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഈ ബെഡ്റൂം അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ കൺഫ്യൂഷൻസ്, ഈ പറഞ്ഞ എന്താ പറയാ നമുക്ക് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ്സ് മാറുന്നത്, അങ്ങനത്തെ കൺഫ്യൂഷൻസ് എല്ലാം നമുക്ക് ഇനീഷ്യലി തന്നെ നമുക്ക് ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടൈമും ബഡ്ജറ്റും ചേഞ്ച് ചെയ്യുന്ന വേറൊരു സാധനം വെച്ചാൽ ഡ്രോയിങ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യത്തില്ല. ഇപ്പോൾ സിനിമയ്ക്കകത്താണെങ്കിൽ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി എഴുതിയിട്ട് സിനിമ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അന്ന് രാവിലെ കഥ എഴുതുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെയാണ് ആർക്കിടെക്ചർ ഫീൽഡ്. പക്കായിട്ട് നമ്മൾ എല്ലാ ഡ്രോയിങ്സും വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യണമെങ്കിൽ അത് മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫേമിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഒരു സംശയവും ഇല്ലാതെ വർക്ക് നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇഷ്ടിക വെക്കാൻ നേരത്തായിരിക്കും ഇത് ഇങ്ങനെ പണിയണം അങ്ങനെ പണിയണം എന്ന് അവിടെ വിളിക്കുന്നത്. അവിടെ വിളിക്കുമ്പോൾ അവർ 100 പണിയുടെ ഇടയ്ക്കായിരിക്കും. അപ്പോൾ ആ സാധനം ഡ്രോയിങ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡിലേ ആവും. പിന്നെ മേസ്ത്രിയെ ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്ടർ കുറയ്ക്കും, കാരണം ഓരോന്നിനും സംശയം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് റിപ്ലൈ തരണം. അപ്പോൾ ഈ ഡ്രോയിങ് നമ്മുടെ സിനിമയിലെ കഥ എഴുതുന്ന പോലെ തന്നെ കഥ ഫുള്ള് എഴുതി എല്ലാ സ്ക്രിപ്റ്റും റെഡിയാക്കി വെച്ചേച്ച് വേണം പണി തുടങ്ങാൻ. ഈ കഥ എഴുതുന്നതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കഥ കൃത്യമായതുകൊണ്ട് നമുക്ക് ഇതിന്റെ കോസ്റ്റും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മറ്റേ ഈ കഥ എഴുതാത്തോടത്തോളം കാര്യം എപ്പോഴും ഈ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. അന്ന് രാവിലെ ആക്ടേഴ്സ് വരുമ്പോഴാണ് ആ സീനിലോട്ട് സെറ്റ് ചെയ്യുന്നത്.
അത് പലരും പറയും അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെയല്ല. ഒരു നല്ലൊരു ആർക്കിടെക്ട് ഒരു വിഷണറിയാണ്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കണ്ടാണ്. അത് ഞങ്ങൾ പണിയുന്ന ബിൽഡിംഗ് എല്ലാം മിനിമം 50 കൊല്ലം ലൈഫുള്ളതാണ്. അതായത് എനിക്കിപ്പോൾ 47 വയസ്സ്, ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യുന്ന ബിൽഡിങ് എനിക്ക് 97 വയസ്സിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് അവിടെ ഉണ്ട്. അപ്പോൾ 97ാമത്തെ വയസ്സിൽ ആ ബിൽഡിംഗ് എങ്ങനെ വേണമെന്ന് ഞാൻ കണ്ടേച്ച് തിരിച്ചു വേണം റിവേഴ്സ് വർക്ക് ചെയ്യാൻ.